വേട്ടാ നോക്കിയോ പോന്ന് പോ അതൊക്കെ നോക്കി പോട്ട് ഇത് മിക്കവാറും പഞ്ചറാവുന്ന ഹോളുണ്ട് കേട്ടോ. എന്റെ മൈക്ക് പോവാൻ നോക്കിക്കോണം. അല്ല പതുക്കെ ഹായ് ഹലോ ഇറ്റ്സ് മിച്ചിൽ പജീസൺ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് പൊന്മുടിയിലാണ്. ഞാൻ പൊന്മുടിയിൽ ആദ്യമായിട്ട് വരാം. പൊന്മുടിയിൽ കാണാൻ ഭംഗിയുള്ള ഒരു അടിപൊളി സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ അനിയൻ എന്നെ കൊണ്ടുപോവാണ്. അപ്പോൾ അത് കാണാനുള്ള യാത്രയിലാണ്. കാണുന്നവർക്ക് കൂടെ പോരാം. കൂടെ ക്യാമറമാൻ ജെയ്സനും. ഏതിൻ്റെ വീഡിയോ? ഇതിൻ്റെ വീഡിയോ. അപ്പം നമ്മൾ പുറത്തിറക്കും. മഴവില്ലാണോ നീ പോവാമോ? എവിടെ നോക്കി വരണേ? നേരെ പോയി എവിടെ ചെല്ലും? ബൈക്കാടാ. അതൊക്കെ നോക്കിയാട്ടാ. ഞാൻ നോക്കുന്നുണ്ട്, നീ പോ. ഓക്കെ, വീടിരുന്നേ. ഫോണൊക്കെ ചേട്ടൻ്റെതാണല്ലോ, അതുകൊണ്ട് പിന്നെ എനിക്ക് അതുകൊണ്ടൊരു പ്രശ്നമില്ല. ചേട്ടൻ വീഴരുത്. ഇതിന് ഒരു മാർഗമില്ല അങ്ങോട്ട് പോവാൻ. വേരുകൾ കൊണ്ട് സ്റ്റെപ്പ് കണക്ക് അടിക്കേക്കുന്നുണ്ടോ? എന്താ രസം. സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ മഴയായിട്ട് തെന്നൽ പിടിച്ച് കിടക്കുവാണ്. പല്ല് മാത്രമല്ല വേറെ പലതും പോകാൻ ചാൻസ് ഉണ്ട്. അമ്മയുടെ പലഹാരപ്പൊതി കാട് കാണാൻ ഇറങ്ങുന്ന മക്കൾക്ക് അമ്മ പലഹാരപ്പൊതി തന്നിട്ടേക്കുവാണ്. അച്ഛനമ്മ ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ എവിടെയോ. എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് എന്താ പറയാനാ ലൈവ് വ്ളോഗാണ്. ഇങ്ങോട്ട് നോക്കി ഇറങ്ങും. നോണ്ട് അവൻ അവിടെ വെയിറ്റ് ചെയ്യുവാ. അവനാണോ കുരങ്ങനാണോ? അവൻ തന്നെ. നോക്കി ഇറങ്ങും. അവിടെ പാറയാ, നല്ല വഴക്കലൊരു പാറയാ. ഞാനിറങ്ങി വരാം. ഇതിപ്പോ എങ്ങനെ ഇറങ്ങും? അച്ചപ്പൊക്കെ ചമ്മന്തിയാവുന്നു തോന്നുന്നു. അച്ചപ്പം, മുറുക്ക്, നെയ്യപ്പം ഇതൊക്കെ സ്റ്റോക്കാണ് അമ്മയുടെ. പൊന്മുടി കാണാൻ ഇറങ്ങേണ്ട ഏറ്റവും നല്ല സമയമാണ് ഈ മഴ സമയം. അത് നമ്മൾ വലിയ വെയിലും കാണത്തില്ല. വൈകുന്നേരത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കോടയും കാണാം, വെള്ളച്ചാട്ടം കാണാം. ഇതാണോ നീ പറഞ്ഞ വെള്ളച്ചാട്ടം? അതിനി പോണോ? ഈ മരമൊക്കെ എൻ്റെ മണ്ടയ്ക്ക് അടിച്ചിട്ടല്ലേ പോട്ടാ. ഏട്ടാ നോക്കിയേ. ഓ നല്ല തണുപ്പുണ്ട്. ഈ പാടത്തെ ഇടയിൽ കൂടെ പറ്റുമോ? ചെരുപ്പ് ഇട്ടിട്ട് തെന്നരുത്. തിന്നണെങ്കിൽ അതൊക്കെ പറക്കി തിന്നെ, കവറും കൊണ്ട് പോകണ്ടല്ലേ. എന്താ കടിച്ചു കൂടെ നേരമുണ്ട്. എനിക്കൊന്ന് വേറെന്തോ ആണെന്ന്. ഉണ്ട്. ബാ, രക്തമൊക്കെ ഊറ്റി കുടിക്കണം. വഴി അറിയാവോ ഏട്ടന്? കാതൊക്കെ കുലുക്കി പോണേ.
എടാ പാട കുലുങ്ങിയിരിക്കുവാണേ അവിടെ ഇവിടെ. ഇത് ഉണക്ക കമ്പാണ്, ചവിട്ടല്ലേ. ബാ അങ്ങനെ ഗൈസ് കോളേറ്റയുടെ കടിയൊക്കെ കൊണ്ട് യെസ്, കൊളയട്ടയുടെ കടിയെ കൊണ്ട് നമ്മൾ ഈ വെള്ളച്ചാട്ടമല കയറി ചാടിക്കയറുകയാണ്. ഓരോരുത്തർക്കായിട്ട് മാത്രമേ ഇതുവഴി കയറാൻ പറ്റൂ. ആണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. എടുത്ത കാൽ എവിടെ വെക്കണമെന്ന് സൂക്ഷിച്ച് വെക്കണം. താഴെ എങ്ങനെ പോയാൽ പണി കിട്ടും. ഈ സൈഡിൽ പാടായിട്ട് ചവിട്ടാ കൂടാ അതില്. അതിലെന്തിനും ഇപ്പൊ ചവിടണ ഞാൻ ചോദിച്ച ചവിട്ടാവൂ. ഇനി ആ പാടൊക്കെ കയറണോ? അതൊക്കെ അയ്യോ. ഗൈസ് നമ്മളങ്ങനെ പൊന്മുടിയിലെ ഹിഡൻ സ്പോട്ടിൽ നിന്ന് തിരിച്ചു പോകും. നല്ല മഞ്ഞിറങ്ങി. തിരിച്ചു കയറിയതായി ഇവിടെ എത്തിയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. മുകളിലോ? വാ. എന്ത് കമന്ററി കാണിക്കാനാ ഇത്രയും വിഷ്വൽ ഇറങ്ങുന്നിടത്ത്? പൊന്മുടിക്ക് പോരുന്നവര് നേരെ എടാ ആറ്റിങ്ങൽ നമ്മൾ സ്റ്റാൻഡിൽ വരാൻ പറ്റില്ലേ ബസ്സിന്? ആറ്റിങ്ങൽ നമ്മുടെ ആനവണ്ടിക്ക് വരാൻ പറ്റത്തില്ലേന്ന്. ഓ പറ്റും. ആനവണ്ടിക്ക് ടിക്കറ്റ് എടുക്കാൻ കയറി പോരുക. ടിക്കറ്റ് എടുക്കാതെ കയറി പോവാൻ. ടിക്കറ്റ് എടുക്കാതെ വന്നു കഴിഞ്ഞാൽ കണ്ടക്ടറോട് വെളിയിലാക്കും. അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ കയറി വരിക. ആഹാ പൊളിച്ച്. എന്തൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതോ മിക്കവാറും ഒരു അപകടമാവും. നോക്കി കയറുക. തെന്നലുണ്ടല്ലേ ഏട്ടാ? അതില് വരല്ലേ? കൊളയട്ടം ഇതൊക്കെയാണ് രക്തം കുടിച്ച് പോയി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊളയട്ടയാണ്. അതായത് കൊളയട്ട മറിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുത്തൻ്റെ ചോര കുടിച്ച് വയറ് നിറഞ്ഞ കൊളയട്ട എങ്ങനെ വീട്ടിൽ പോകുന്ന ആലോചിച്ച് തലകുത്തി മറിയുന്നതാണ്. അല്ലാതെ ബിവറേജിൽ നിന്ന് കുപ്പി എടുത്തടിച്ച് ചേട്ടൻ പോകുന്ന കണക്കല്ല. ഇത് നമുക്ക് കിട്ടിയത് പൊന്മുടിയുടെ താഴ്വാരങ്ങളിലെ ഒരു അരുവിയിൽ നിന്നാണ്. ഇനി അവൻ എന്ത് ചെയ്യുന്ന കൺഫ്യൂഷനിലാണ്. രണ്ടുപേരും കൂടെ ഇരിക്കുകയാണ്. വേറെ ഉണ്ടോ? നമ്മൾ പിടിച്ചടാ ചെരുപ്പൂരിക്കാം. അതാണ് കൊളയട്ട. നമുക്ക് ഇതിനെ ഇത് വെച്ച് തോണ്ടി എടുക്കാൻ പറ്റുമോ? പിന്നെ എന്ത് ചെയ്യണം? വേദനയൊന്നുമില്ല, വലിച്ചറിച്ച് കളയാൻ കണ്ടു. അതിനെ ഞാൻ നോക്കി ശ്രമിച്ചേ, പോവില്ലെന്ന്. അവിടെ പോയി പോയി രക്തമുണ്ട് കേട്ടോ പൂട്ടണ്ടേൽ. എനിക്ക് രക്തമൊന്നും വന്നില്ല, അതിന് മുന്നേ വലിച്ചിട്ട് കാണാൻ. നമുക്ക് ഇതിനെ ഇത് വെച്ച് തോണ്ടി എടുക്കാൻ പറ്റുമോ നോക്കാം. പിന്നെ എന്ത് ചെയ്യണം? വേദനയൊന്നുമില്ല, വലിച്ചറിച്ച് കളയാൻ കണ്ടു. അതിനെ ഞാൻ നോക്കി ശ്രമിച്ചു. ദാണ്ട് ഇതിനകത്ത് കൊണ്ടുപോട്ട എന്റെ എങ്ങുമില്ലെന്നും കൊളയട്ട. എന്നിട്ട് പോടേ, എന്ത് സീനാവും? ഇവിടെ കൊളയായിട്ട് അടിച്ചെന്ന് വെച്ചൊന്നും വരാനൊന്നും പോണില്ല. ഇല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചു നോക്ക്. രണ്ടു വശത്തൊന്നും കടിച്ചു കൂറ്റുവാണ്. ഇങ്ങോട്ടല്ലെന്ന് തോന്നണം കേട്ടാ. ഇവിടെ എന്താ കയറി നിൽക്കാനുള്ള സ്പോട്ടാ. പിന്നെ അച്ഛനും എവിടെ പോയാലും വണ്ടി കിടക്കുന്നിടത്ത് വരും. സോ നോ പ്രോബ്ലം. ഇതിനകത്തുണ്ട് കേട്ടോ. കടിക്കണേട്ടാ, കഴിച്ച് കുഴലിട്ട് പോണ. എവിടെ പോണ്ടേ? ഊർന്ന് ഇറങ്ങണടാ അകത്തോട്ട്. കണ്ടോ കുളയിട്ട ഇതിങ്ങനെ പോകും. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ആ മലയുടെ ഇടയിൽ കൂടെ കയറി വന്ന് അടിപൊളിയായിരുന്നു. ഇതിങ്ങനെ പോകും.
അടിച്ചിട്ട് ഓക്കെ കോടമഞ്ഞൊക്കെ താന്നു വരെയാണ്. നമ്മൾ പൊന്മുടിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇവിടെയൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു ഓറഞ്ചിന്റെ മരം ഏതോ ഒരു തെണ്ടി വീഡിയോയിൽ ഇട്ടായിരുന്നു. ഓറഞ്ചിന്റെ മരമോ? ഒന്നും കാച്ചില്ല, കാട്ടുചെടിയാണ്, കാട്ടുചെടി. ക്യാമറമാൻ ജിസ്നൊപ്പം ശില്പജീസൻ. ഗൈസ് നല്ല കിടിലം പാട്ടും ബഹളവും ഒക്കെ ആയിട്ടാണ് ഇവിടെ. ഡാൻസ് കളിക്കാൻ അതിന്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. അതെന്ത് നമ്മുടെ അമ്മ അവിടെ ഇരിക്കട്ടെ. ക്യാമറ അങ്ങോട്ട് തിരിക്കും. വേണ്ട, അതാടങ്ങണ KSRTC ബസ്. എത്ര മണിക്ക് സമയം? 6:15. ഫില്ല് ചെയ്തോണ്ടിരിക്ക. ട്രാക്കിംഗ് ആണ്. ആ സ്വിച്ചിലേക്ക് ട്രാക്ക് മാറും. ഓ, ഞാൻ കറങ്ങിയിട്ടൊന്നും എന്റെ കൂടെ കറങ്ങണൊക്കെ ചെറുതായിട്ട് കൊളയട്ടരെ കടിയാ കിട്ടി. നന്നായിട്ട് കടിച്ചു. എല്ലാരെയും കടിച്ചു. എവിടെ രണ്ടുപേരും തോനെ കടിച്ചു. ആരെയും വിട്ടിട്ടില്ല. ഫുഡും കൂടെ കൊണ്ടുവന്നാൽ അവിടെ നിന്ന് കഴിക്കാം. നീ വീട്ടിൽ പോയി കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പൊന്മുടി മൊത്തം കണ്ടിട്ട് തിരിച്ചു പോകാൻ പോവാണ്. പോകുന്ന റൂട്ടിൽ ഇതാ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. നന്നായിട്ട് മഞ്ഞിറങ്ങിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് തണുക്കുന്നുണ്ട്. വേറെ ഒരു വഴിയിലേക്കായിട്ടൊക്കെ തണുത്ത് വറച്ചിരുന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് മീ ശിൽപ ജേസൺ സൈനിങ് ഔട്ട്. താങ്ക് യു. നോക്ക്, ഇതാണ് എന്റെ ഫാമിലി. ഇത് അച്ഛൻ, ഇത് അമ്മ, ഇത് അനിയൻ, അത് ക്യാമറമാൻ ജേസൺ, അതെന്റെ ചേട്ടൻ. ഓക്കെ, ഒരു ഷീറ്റ്